നേരത്തെ സഹോദരൻ പാരലാൽ മരിച്ചു, അതിനുശേഷം പിതാവിന്റെ മരണമുണ്ടാകുന്നു. പിന്നീട് അമ്മയിലേക്ക് ചുരുങ്ങുന്ന ഒരു മകനെയാണ് നമ്മൾ പിന്നീട് മോഹൻലാൽ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും തന്നെ കാണുന്നത്. ആ സ്നേഹ വായ്പിൽ വല്ലാതെ മോഹൻലാൽ കണ്ണുനീരണിഞ്ഞ് നിൽക്കുന്ന മോഹൻലാലിനെയാണ് പലപ്പോഴും പിന്നീട് അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇവിടെ മോഹൻലാലിന്റെ സുഹൃത്തുക്കൾ, സിനിമാ ലോകത്തുള്ളവർ എല്ലാവരും തന്നെ, രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ളവർ എല്ലാവരും തന്നെ ഓരോരുത്തരായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരിടമായിട്ട് ഇപ്പോൾ ഒരു പൊതുദർശനം എന്ന രീതിയിലേക്ക് ഇവിടെ ക്രമീകരിച്ചിട്ടില്ല, ഈ സമയം ക്രമീകരിച്ചിട്ടില്ല. എന്നാലും അത്തരം ചില ക്രമീകരണങ്ങളിലേക്ക് വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു സമയം ആയിരിക്കുന്നു. പൊതുദർശന ഒരു ലളിതമായ രീതിയിലൊരു പൊതുദർശന ക്രമം ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വൈകാതെ കൃത്യമായ ഒരു ബ്രീഫിംഗ് ഇത് സംബന്ധിച്ച് തിരുവനന്തപുരത്തേക്ക് എപ്പോൾ പോകുന്നു, പുറപ്പെടുന്നു എന്നതെല്ലാം സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു കൃത്യമായ വിവരങ്ങൾ കൂടി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അനുശ്രീ, ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ ഓടിയെത്തുമായിരുന്നു അമ്മയുടെ അടുത്തേക്ക്. ആ അമ്മയാണ് ഇപ്പോൾ മോഹൻലാലിനെ വിട്ടുപോയിരിക്കുന്നത്. ഡാനി, ബന്ധുക്കളും സിനിമാ ലോകത്തെ ആളുകളും ഒക്കെ ഇപ്പോൾ എളമക്കരയിലെ വീട്ടിലേക്ക് എത്തുകയാണല്ലേ? അങ്ങനെയാണ്. ഈ ദൃശ്യങ്ങളെല്ലാം അത് തന്നെയാണ്. കാരണം മോഹൻലാലിന്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അദ്ദേഹത്തെ നമുക്കറിയാം, പരിചിതരല്ലാത്ത ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടാകുമോ എന്നത്. അങ്ങനെ ഈ എളമക്കര ഈ പ്രദേശത്ത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ മോഹൻലാലിന്റെ വീട് എന്ന് പറഞ്ഞ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ സ്ഥലം അദ്ദേഹം ഇവിടെ അറിയപ്പെടുക എന്ന് തന്നെ. ഇവിടേക്കുള്ള വഴികളെല്ലാം ഏതാണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ ആളുകൾ ഇവിടേക്ക് വരുന്ന രീതിയിലേക്കാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പരിസരത്തുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെല്ലാവരും തന്നെയുണ്ട്. ഹൈബിയുടെ എംപിയും അതോടൊപ്പം തന്നെ മറ്റ് പ്രാദേശികമായ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാവരും തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് അതിനുള്ളൊരു ക്രമീകരണങ്ങൾ, എന്നൊരു ലളിതമായ രീതിയിലുള്ളൊരു പൊതുദർശനത്തിലുള്ള ഒരു ക്രമീകരണങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും. അതിനു മുൻപ് മോഹൻലാലിന്റെ സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളും കൊച്ചിയിലേക്ക് എത്താവുന്നവരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. സംവിധാനങ്ങൾ ഇവിടേക്ക് ഉണ്ട്. അത് തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്രയുടെ ആ ഭാഗം തന്നെയാണ് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവിടുത്തെ ഒരു പൊതുദർശന പരിപാടികൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകുമെന്ന് തന്നെയാണ് അറിയുന്നത്. അതിനുവേണ്ടിയുള്ളൊരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ മൊബൈൽ മോർച്ചറി സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, സിനിമാ രംഗത്തുനിന്ന് അകത്തും പുറത്തു നിന്നുമുള്ള നിരവധിയായ ആളുകൾ ഇവിടേക്ക് വരുന്നു. നേരത്തെ ഇവിടെ അമ്മയെ പരിചരിച്ചിരുന്ന ആശുപത്രി സ്റ്റാഫുകളടക്കമുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരാണ്. കഴിഞ്ഞ 10 വർഷത്തോളമായി അവർ ഈ ഒരു പരിചരണങ്ങളിൽ തന്നെയായിരുന്നു ശാന്തകുമാരി അമ്മ ഉണ്ടായിരുന്നത്. അവരുടെ ഒരു നിതാന്ത ജാഗ്രത, അങ്ങനെയൊക്കെ തന്നെ പറയാം അതിന്, ആ രീതിയിൽ തന്നെയായിരുന്നു അവരെല്ലാവരും, സ്റ്റാഫ് അംഗങ്ങളെല്ലാവരും പരിചരണവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. മോഹൻലാൽ അടക്കം അത് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. അമ്മയെ സംരക്ഷിക്കുന്നത്, അവരെ ചുറ്റുപാടുള്ളവർ വളരെ കരുതലോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നത് അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ഒരു പരിചരണങ്ങളിലേക്ക് അദ്ദേഹവും ഇടയ്ക്ക് തന്റെ തിരക്കുകൾക്കിടയിൽ നിന്നെല്ലാം തന്നെ അദ്ദേഹവും ഓടിയെത്തിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 10 വർഷം അത്തരം ഒരു കരുതലിൻ്റെതായിരുന്നു, അത്തരം ഒരു പരിചരണങ്ങളുടേതായിരുന്നു. അതിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം വിപുലമായ രീതിയിൽ ജന്മദിനവും മറ്റും ആഘോഷിച്ച ശേഷം ഇപ്പോൾ അമ്മ വിടവാങ്ങുന്നു എന്നതാണ്. 90 വയസ്സായിരുന്നു ശാന്തകുമാരി അമ്മയ്ക്ക്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച സമയത്ത് മോഹൻലാൽ പറയുകയുണ്ടായി, ഇത് പുരസ്കാരം അമ്മയുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞതാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്നത്. അതുപോലെ തന്നെ പണ്ടൊരിക്കൽ മോഹൻലാൽ കുറിക്കുകയുമുണ്ടായി, അമ്മയുമായി സംസാരിക്കുന്നതാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ലോകത്തെവിടെയാണെങ്കിലും താൻ അമ്മയുമായി സംസാരിക്കുമെന്നൊക്കെ. ആ അമ്മയാണിപ്പോൾ മോഹൻലാലിനെ വിട പറയുന്നത്. ഡാനി, പൊതുദർശനം വീട്ടിൽ തന്നെ ആയിരിക്കുമോ അതോ മറ്റെവിടെയെങ്കിലും ആണോ? അങ്ങനെ എന്തെങ്കിലും തീരുമാനത്തിലേക്ക് എത്തിയോ? എന്തെങ്കിലും അറിവുണ്ടോ?
ഇല്ല, പൊതുദർശനം എന്ന രീതിയിൽ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം വീട്ടിൽ തന്നെയാണ് അതിനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതിന് ഇവിടെ തന്നെ ആയിരിക്കും അത്തരമൊരു കാര്യങ്ങളും ഉണ്ടാകുക. അതിന് ശേഷമായിരിക്കും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എപ്പോഴും മോഹൻലാൽ അത് വളരെ ഇഷ്ടത്തോടെയും ആർദ്രമായും ചേർത്ത് വെച്ചിട്ടുള്ളത് അമ്മയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ യോഗ വാർത്ത അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപ് അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ യാത്രയാകുമ്പോൾ മലയാളികളുടെ മനസ്സിൽ നിറയുന്നത് അമ്മയുടെ പിറന്നാൾ ദിനത്തിലെ ആ ചിത്രങ്ങളായിരിക്കും. ഒരു വർഷം മുൻപ് പ്രിയപ്പെട്ടവരെ എല്ലാം വിളിച്ചു ചേർത്തായിരുന്നു മോഹൻലാൽ അമ്മയ്ക്ക് ആ പിറന്നാൾ സമ്മാനം, ആ പിറന്നാൾ സർപ്രൈസ് നൽകിയിരുന്നത്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കിടയിലും മോഹൻലാലിനൊപ്പം പുഞ്ചിരിയോടെ ഇരിക്കുന്ന അമ്മയുടെ മുഖം ആരാധകർക്ക് ഇപ്പോൾ ഒരു വിങ്ങുന്ന ഓർമ്മയായി മാറുകയാണ്. കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ന് ആ പിറന്നാൾ ആഘോഷങ്ങൾ നടന്നത്. ഇപ്പോൾ ആ അമ്മ മരിക്കുന്നതും അതേ വീട്ടിൽ വെച്ചാണ്. ഡാനി, മോഹൻലാൽ ഇപ്പോൾ വീട്ടിലുണ്ടോ? മറ്റു കുടുംബാംഗങ്ങളൊക്കെ വീട്ടിലെത്തിച്ചേർന്നോ? മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട മാതാവ്, മലയാളികൾക്കെല്ലാം മോഹൻലാലിനെ പോലെ തന്നെ പ്രിയപ്പെട്ട അമ്മയായിരുന്നു. ആ അമ്മയാണിപ്പോൾ വിട പറയുന്നത്. കൊച്ചി എളമക്കരയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. മോഹൻലാൽ അടക്കമുള്ള ആളുകൾ വീട്ടിലെത്തി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ആ അമ്മ ഓർമ്മയാകുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടമാകുന്ന ഒരു വാർത്ത കൂടിയായിരിക്കും ഇത്. കാരണം എത്രത്തോളം മലയാളികൾ മോഹൻലാലിനെ സ്നേഹിച്ചിരുന്നോ, മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടിരുന്നോ, അത്രത്തോളം മലയാളികൾ ഇഷ്ടപ്പെട്ടിരുന്ന, സ്നേഹിച്ചിരുന്ന, മോഹൻലാലിനെ പോലെ തന്നെ കണ്ടിരുന്ന അമ്മയായിരുന്നു അത്. അത്ര വലിയൊരു കലാകാരനെ ലോകത്തിന് സമ്മാനിച്ച ഒരമ്മ, ആ അമ്മയാണിപ്പോൾ വിട പറഞ്ഞു പോകുന്നത്. സിനിമാ ലോകത്ത് നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും മറ്റ് ബന്ധുമിത്രാദികളുമൊക്കെ ഇപ്പോൾ എളമക്കരയിലെ ആ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി. കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ ആരോഗ്യപരമായ കാരണങ്ങൾ ചികിത്സയിലായിരുന്നു മോഹൻലാലിൻ്റെ അമ്മ. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും മോഹൻലാൽ ഓടിയെത്തുന്ന ഒരിടം, തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്ന ഇടം, മോഹൻലാൽ ആരാണ് എന്താണ് എന്നതിനെപ്പറ്റി കൃത്യമായി അറിയുന്ന ഒരാൾ, ആ ഒരാളാണിപ്പോൾ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നത്. അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ എവിടെ നിന്നാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും തിരികെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുമായിരുന്നു മോഹൻലാൽ. ഇനിയിപ്പോൾ